ഇശാ നിസ്കരിച്ചിട്ടാണ് ഏത് ചൊല്ലേണ്ടത്? ഹദ്ദാദ് ചൊല്ലേണ്ടത്. ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ സമാപനം, ഹദ്ദാദിൻ്റെ സമാപനത്തിൽ ഫാത്തിഹ ഇങ്ങനെ വരികയാണ്. ഫാത്തിഹ ഇങ്ങനെ വരികയാണ്. നിങ്ങൾ കണ്ട ഹദ്ദാദിൻ്റെ ദിക്റുകൾ വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ യതീമായിട്ട് വളർന്നു. ഉമ്മ വളർത്തിയ മോന. ബഹുമാനപ്പെട്ടവരുടെ കണ്ണിൻ്റെ കാഴ്ചയും പോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇൽമ് പഠിച്ച് ഉയർന്ന് ആ മക്കത്തുൽ മുക്കറമയിൽ ചെന്ന് 32-ാമത്തെ വയസ്സിൽ അന്ന് അവിടെയുള്ള വലിയ ആലിമീങ്ങൾ എന്നൊക്കെ ഇൽമ് ശേഖരിച്ച് യമനിൽ തിരിച്ചെത്തിയ ശേഷം അവിടെ തഫ്സീറുൽ ഖുർആൻ ദർസ് ആരംഭിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വലിയ ആലിമീങ്ങളെ വാർത്തെടുത്തു. 150 ഔലിയാക്കളായ ആലിമീങ്ങൾ അവിടുത്തെ ദർസിൽ പഠിച്ചവരുണ്ടായി. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ദർസിൽ പഠിച്ച 150 ആലിമീങ്ങൾ ഔലിയാക്കളെ മർത്തബയിലേക്ക് എത്തി. യമനിലെ ഹളറമൗത്തിൽ തെരീം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഉമർ ഹഫീദ് തങ്ങളൊക്കെ ഉള്ളത്. ജംബൽ എന്നൊരു മക്കാമുണ്ട്. അവിടെ 1000 കുത്തുബീങ്ങൾ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഹദ്ദാദിന്റെ രാത്രി മുഖദ്ദമു സ്വാലിഹീൻ അടക്കമുള്ള എല്ലാവരും മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അൽ ഈമാനു യമാനി ഫിൽ യമാനി ബറക്ക എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. 1000 മഹാന്മാർ വിശ്രമിക്കുന്ന, 1000 കുത്തുബീങ്ങൾ വിശ്രമിക്കുന്ന മക്കബറയാണ്. അവരൊക്കെയുള്ള ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ അടുത്ത് പഠിച്ചത് 150 ശിഷ്യന്മാർ. അവരൊക്കെ ആലിമീങ്ങളും ഔലിയാക്കളുമായി. ഷിയാ വിശ്വാസികൾ ആ നാട്ടിൽ വന്നപ്പോൾ അവരിലേക്ക് ആളുകൾ ചതിയിൽപ്പെട്ടു പോകാതിരിക്കാൻ ശിഷ്യന്മാരൊക്കെ ചേർന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഒരു ആത്മീയതയുടെ ചൈതന്യത്തിൽ ജനങ്ങളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരു ദിക്റുവാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 24 കാരറ്റ് തങ്കമായ ദിക്ർ തെരഞ്ഞെടുത്തു. ആ തങ്കമായ ദിക്ർ തെരഞ്ഞെടുത്തിട്ട് തുടങ്ങിയത് അൽ ഫാത്തിഹ. ഹദ്ദാദ് തുടങ്ങേണ്ടത് എന്തുകൊണ്ടാണ്? ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹദ്ദാദ് ഫാത്തിഹ കൊണ്ട് അങ്ങോട്ട് തുടങ്ങി. ഫാത്തിഹ പിന്നീടോ അൽ ബഖറ സൂറത്തിലെ പ്രധാനപ്പെട്ട ആയത്തുകൾ അങ്ങനെ അങ്ങോട്ട് ഓതിയിട്ട് തുടക്കം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഈമാൻ ഉറപ്പിക്കാൻ. ഈമാൻ ഉറപ്പിച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ. അങ്ങനെ ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ വന്നാൽ ഒക്കെ 3 പ്രാവശ്യമാണ് ചൊല്ലുക. ഒക്കെ 3 പ്രാവശ്യമാണ് ചൊല്ലുക. അതിന്റെ അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യം. അവസാനത്തെ ദിക്ർ എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം. അതേതാ മക്കളെ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ഓ, എനിക്ക് നിങ്ങളോട് സന്തോഷമായിട്ടോ. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് വേദ പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ എന്ന് ഞാൻ ഇങ്ങനെ കാട്ടിക്കൊടുത്തു. ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടത്, ഒരാരും കൂടി തന്നില്ല. അപ്പം നിങ്ങളേതായാലും ചെല്ലുന്ന ആൾക്കാരാന്ന് മനസ്സിലായി. അള്ളാഹു കബൂലാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അത് മാത്രമാണ് 4 ഉള്ളത്. ബാക്കിയൊക്കെ 3. അതെന്തേ 4 ആയത്? അത് ഹദ്ദാദിന്റെ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹിൽ അത്താസ് തങ്ങൾ അടക്കമുള്ളവർ എഴുതുന്നുണ്ട്. എന്താണത്? അത് ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തിന്റെ ദിക്റാണ്. പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ദിക്റാണ്. ഒരു മനുഷ്യന്റെ 24 മണിക്കൂർ 4 ഭാഗമാണ്. എങ്ങനെ 4 ഭാഗം? ഒരു പക്ഷേ രാത്രി, അല്ലെങ്കിൽ പകല്, അല്ലെങ്കിൽ രഹസ്യം, അല്ലെങ്കിൽ പരസ്യം. അല്ലേ? നമ്മുടെ ബെഡ്റൂമിൽ ഒറ്റക്കാണ്, അതല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒരുമിച്ചാണ്, അത് നമ്മൾ രാത്രിയിലാണ്, അല്ലെങ്കിൽ പകൽ. 4 അവസ്ഥയാണ്. ഈ 4 അവസ്ഥയിലും നമ്മുടെ കൽബിലോ കണ്ണിലോ കാതിലോ നാവിലോ മൂക്കിലോ എവിടെ അള്ളാഹു പൊരുത്തപ്പെടാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതാത് ദിവസത്തെ പൊരുത്തക്കേട് അന്ന് തന്നെ പൊരുത്തപ്പെടിപ്പിക്കണം. അതാത് ദിവസം സംഭവിച്ച പൊരുത്തക്കേട് അന്ന് തന്നെ മായ്ച്ചു കളഞ്ഞിട്ട് അള്ളാഹിന്റെ പൊരുത്തം വാങ്ങണം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് പാപമോചനത്തിന് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹ് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ രാത്രി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. രണ്ടാമത് ചൊല്ലുമ്പോൾ പകൽ സംഭവിച്ച തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. രഹസ്യമായി സംഭവിച്ചതിന് മാപ്പ് നൽകണേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. പരസ്യമായി സംഭവിച്ചതിന് മാപ്പ് നൽകണേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. കണ്ട നിങ്ങൾ, പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ആ ദിക്ർ മാത്രമാണ് 4 ഉള്ളത്. അങ്ങനെ നമ്മളെ കൽബ് ശുദ്ധീകരിച്ചു. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് ചോദിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക. എന്താണത്? തെറ്റിൽ നിന്ന് തൗബ ചെയ്തിട്ട് വീണ്ടും തെറ്റിക്ക് പോണ്ട. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിങ്ങനെ ഓതി 50 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലിയിട്ട് നമ്മൾ മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതുന്നു. അല്ലേ? ഫാത്തിഹ ഇങ്ങനെ ഓതുകയാണ്. അപ്പൊ ഹദ്ദാദ് ഒരു ദിവസത്തെ സമാപന ദിക്റ. അത് കണ്ട നിങ്ങൾ, ഫാത്തിഹ ഓരോ ദിവസവും നമ്മൾ ആ ഹദ്ദാദിന്റെ 5 ഫാത്തിഹ, ചിലതിൽ 7 ഫാത്തിഹ. ആ ഫാത്തിഹ ഇങ്ങനെ ഓതിയിട്ട് പ്രിയപ്പെട്ടവരെ ഒരു 10 സ്വലാത്തും ചൊല്ലി സമാപിക്കുമ്പോൾ അതാത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട, നമ്മൾ പകൽ സമയത്ത് കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, ജോലിക്കാരനാണ്, ഏതെല്ലാം വിഷയത്തിൽ സംഭവിച്ച ആളാണ്. പക്ഷേ എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും രാത്രി ഇശാ നിസ്കരിച്ച് ഒരു ഹദ്ദാദ് ചൊല്ലുന്നതോടുകൂടെ അവന്റെ പകലിൽ അതുവരെയുള്ള എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുകയാണ്. വീടുകളിൽ ഹദ്ദാദ് ചൊല്ലണം. വീടുകളിൽ ഹദ്ദാദ് ചൊല്ലണം. ഓ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാരെ, ഉമ്മ ചൊല്ലുന്നുണ്ടോ? മക്കളത് ചൊല്ലാൻ തുടങ്ങും.
ഉമ്മ നന്നായി ചൊല്ലുന്നുണ്ടോ, കെട്ടിച്ചുകൊണ്ട് വന്ന മരുമക്കളും അത് ചൊല്ലാൻ തുടങ്ങും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി 10 സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഹദ്ദാദ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചേർന്നതാണ്. അല്ലാഹു റബ്ബി എന്തൊക്കെ ദിക്റുകൾ അസ്മാഉൽ ഹുസ്നയുണ്ട്, യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു, അസ്മാഉൽ ഹുസ്ന അതിലുണ്ട്. അല്ലാഹു റബ്ബി എല്ലാ ദിക്റുകളും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, തക്ബീറുണ്ട്, തഹ്ലീലുണ്ട്. അല്ലാഹ് അല്ലാഹ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരു വിജനമായ സ്ഥലത്തൂടെ ദിക്ർ ഇങ്ങനെ ചൊല്ലി നടക്കാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വിജനമായ സ്ഥലത്ത് ഖൽബിൽ ഇങ്ങനെ അള്ളാഹനെ വിചാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ ചൊല്ലി യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ ലയിച്ച് ബഹുമാനപ്പെട്ടവർ യാദൽ ജലാലി വൽ ഇക്റാം അള്ളാഹുവിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരിങ്ങനെ കേൾക്കുകയാണ് യാദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ വരികയാണ്, ഒരു അശരീരി. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ വരികയാണ്. അബ്ദുല്ലാ, നിങ്ങൾ ആവശ്യം എന്താണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. 7ാമത്തെ പ്രാവശ്യമാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒറ്റ ആവശ്യം അള്ളാഹിനോട് പറഞ്ഞു. അതേതാ? അമിത്നി അലാ ദീനിൽ ഇസ്ലാം. ഇനി ചൊല്ലി നോക്കാണ് യാദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹിനെ വിളിക്കാൻ അമിത്നി അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം, അമിത്നി അലാ ദീനിൽ ഇസ്ലാം. പടച്ചവനെ, എനിക്ക് നിന്നോട് മറ്റൊന്നും പറയാനില്ല. ഇടിപൊട്ടിയിട്ടായാലും ഉരുൾ പൊട്ടിയിട്ടായാലും സാധാരണഗതിയിലായാലും എവിടെ വെച്ചായാലും ഈ ലോകത്തോട് ഞാൻ മരിച്ചു പിരിയുമ്പോൾ മുസ്ലിമായി മരിപ്പിക്കണേ. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് അന്നത്തത് സമാപിക്കാൻ പോകുമ്പോൾ പടച്ചവനോട് ആവശ്യപ്പെടണം അമിത്നി അലാ ദീനിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ സൂറത്ത് യൂസുഫിൽ കാണാം. തവഫനി മുസ്ലിമാ വഅൽഹഖനി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കണേ.